ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വൈറൽ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബെൻ സിഗ്മരാൻ്റെ ഫാമിലി കൗൺസിലർ. കുടുംബത്തെ സംബന്ധിച്ച ഒരു വിഷയമാണ് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എല്ലാ മാധ്യമങ്ങളിലും ഈ നാളുകളിൽ നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ വീഡിയോ. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ജപ്പാനിലെ ചിബിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഇച്ചിക്കാവിയ എന്ന ആ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു കുരങ്ങിൻ്റെ സംഭവമാണ്. ഈ കുരങ്ങിന് പേരിട്ടിരിക്കുന്നത് പഞ്ചി എന്നാണ്. അതായത് ജനിച്ച ഉടനെ തന്നെ വളരെ ഹൃദയഭേദകമായ ഒരു സംഭവം ഈ കുരങ്ങ് നേരിടുകയുണ്ടായി. ഈ കുരങ്ങിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ കുരങ്ങുകളും ഇത് സാധാരണ നേരിടുന്നത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്താണെന്നറിയണ്ടേ, ഈ മാതാവ് കുരങ്ങ് ജനിച്ച ഉടനെ തന്നെ കുരങ്ങിനെ പുറത്താക്കി കളയുകയാണ്. അതായത് അമ്മയുടെ സ്നേഹമോ കരുതലോ തലോടലോ മുലപ്പാൽ പോലും കിട്ടാത്ത രീതിയിൽ ഈ കുഞ്ഞിനെ ഈ മാതാവ് തള്ളിക്കളയുകയാണ്, വിട്ടുകളയുകയാണ്. നിങ്ങൾ ആ ചിത്രത്തിൽ കാണുമ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അതായത് ഈ കുഞ്ഞ് പലവട്ടം അമ്മയുടെ അടുക്കലേക്ക് വരുന്നു. പക്ഷേ ഈ അമ്മ ഈ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ചവിട്ടിക്കളയുകയാണ്, തള്ളി വിട്ടുകളയുകയാണ്. അങ്ങനെ ഈ പഞ്ചിയുടെ അമ്മ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. ഒരു ചെറിയ കുഞ്ഞ്, ഒരു തലോടൽ, ഒരു സ്നേഹം, ഒരു കരുതൽ, അമ്മയിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കേണ്ട ആ മുലപ്പാല്, ഇതൊന്നും കിട്ടാതെ ഈ കുഞ്ഞ് തള്ളപ്പെടുമ്പോൾ അവിടെയുള്ള മറ്റു കുരങ്ങുകൾ ഈ കുരങ്ങിൻ കുഞ്ഞിനെ അവരും അങ്ങ് തള്ളിക്കളയുന്നു. അവരുടെ ഇടയിൽ നിന്നും ഈ കുഞ്ഞ് വേർപെടുന്നു. അങ്ങനെ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ കിടക്കുകയാണ്. മക്കാക്ക് കുരങ്ങന്മാരുടെ ആ ഗണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രീതി ഉള്ളത് എന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ പഞ്ചി എന്ന ഈ കുരങ്ങ് ഒന്നും കിട്ടാതെ വല്ലാതെ വിഷമിച്ച് വല്ലാത്തൊരു സ്ഥിതിയിൽ കിടക്കുമ്പോഴാണ് അവിടെയുള്ള പരിചാരകരിൽ ഒരു വ്യക്തി പല സമ്മാനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിലെല്ലാം പരാജയപ്പെടുന്നു. സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും പരാജയപ്പെടുന്ന ഈ പരിചാരകൻ താൻ മറ്റൊരു കാര്യം ചെയ്തു. ഈ കുരങ്ങിൻ കുഞ്ഞിൻ്റെ രൂപത്തിലുള്ള ഒരു കുരങ്ങിൻ പാവക്കുട്ടി, ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു ടോയിയെ, ആ ഒരു പാവക്കുട്ടിയെ ഈ കുരങ്ങിൻ കുഞ്ഞിന് നൽകുകയാണ്. വളരെ സാവധാനത്തിൽ ഈ കുരങ്ങിൻ കുഞ്ഞ് തൻ്റെ അടുക്കലേക്ക് വന്ന അല്ലെങ്കിൽ സമ്മാനമായി ലഭിച്ച ഈ പാവക്കുട്ടിയെ ആശ്ലേഷിക്കുന്നു, ഉമ്മം കൊടുക്കുന്നു, അതിനെ കൂടെ കൊണ്ട് നടക്കുന്നു. പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ട് നടക്കുക. എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഇതിനെ കൂടെ കരുതുക. ഇത് ഉറങ്ങുമ്പോൾ പോലും ഇതുമായി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഈ കുരങ്ങിൻ കുഞ്ഞ് വളരെ സാവധാനത്തിൽ സ്വന്തം അമ്മയുടെ സ്നേഹവും തലോടലും കരുതലുമൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നത് പോലെ ഈ കുരങ്ങിൻ കുഞ്ഞിനെ ഫീൽ ചെയ്യുകയാണ്. കാഴ്ചക്കാരുടെ ഹൃദയം അലിയിപ്പിക്കുന്ന ഈ കാഴ്ച കണ്ട് അനേകർ വീഡിയോ എടുക്കുന്നു, അനേകർ ഫോട്ടോ എടുക്കുന്നു. ജപ്പാനിലല്ല, ലോകത്തിലുടനീളം ഇതിനോടകം തന്നെ ഇത് വ്യാപകമായി കഴിഞ്ഞു. ആളുകളൊക്കെ ഇത് കണ്ടിട്ട് ഹൃദയഭേദകമായ രീതിയിൽ, അതായത് ഹൃദയത്തിനൊരു വിഷമം തോന്നുന്ന രീതിയിൽ, ഒരു അമ്മ ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യുമോ, ഒരു കുഞ്ഞ് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള ചർച്ചകൾ പലയിടത്തും വ്യാപകമായി നടക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത്, കാലക്രമേണ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുരങ്ങിൻ കുഞ്ഞ് ഈ പാവക്കുട്ടിയെ സ്വന്തം മാതാവിനെ പോലെ കരുതുകയും ഈ പാവക്കുട്ടിയെ എവിടെയെല്ലാം കൊണ്ടുപോകാമോ അവിടെയെല്ലാം കൊണ്ടുപോവുകയും അങ്ങനെ ഈ പാവക്കുട്ടിയുടെ സാന്നിധ്യം ഈ കുരങ്ങിൻ കുഞ്ഞിന് അല്പം ഒരു ആശ്വാസം നൽകുന്നത് പോലെ തോന്നിക്കുന്നുണ്ട്. കാലക്രമേണ ചില മാസങ്ങളൂടെ കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങിൻ കുഞ്ഞിനെ മറ്റു കുരങ്ങുകളൊക്കെ സ്വീകരിച്ച് അവരും കൂടെ കൂട്ടുന്നു. ഇതിൽ ഒരു കുരങ്ങ്, ഒരു തള്ളക്കുരങ്ങ്, വേറെ ഏതൊരു ഒരു കുരങ്ങ് ഈ കുരങ്ങിൻ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്ന ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. മനുഷ്യരാശിയെ ഒന്നടങ്കം ചിന്തിപ്പിക്കുന്ന ഈ കുരങ്ങിൻ്റെ പ്രവൃത്തി ഓരോ മാതാപിതാക്കന്മാരും മക്കളും അതുപോലെ തന്നെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നാം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില സ്നേഹം, കരുതൽ, തലോടൽ, ഇതൊക്കെ മനുഷ്യന് വേണ്ടത് തന്നെയാണ്, ഇത് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇത് കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ അതിന് സമാനമായ ഡ്യൂപ്ലിക്കേറ്റുകളിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരുടെ സമ്മാനങ്ങളെക്കാൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ സ്നേഹം തന്നെയാണ്. നമ്മൾ എത്ര ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, നമ്മൾ എത്ര സമ്മാനങ്ങൾ കൊടുക്കുന്നു, നമ്മൾ എന്തൊക്കെ മോഡേൺ ഗാഡ്ജറ്റ്സുകൾ കൊടുക്കുന്നു, ഇതൊന്നുമല്ല കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാതാപിതാക്കന്മാരുടെ ചൂട്
ചൂടേറിയ ആ ചുംബനവും കരുതലും സ്നേഹവും ലാളനയും അതുപോലെ തന്നെ മാതൃതുല്യമായ ആ ഒരു സാമീപ്യവും തന്നെയാണ്. പക്ഷേ ഇത് കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ ഇതിന് പകരം വയ്ക്കുന്ന രീതിയിൽ മറ്റു ചിലത് കണ്ടെത്തുകയും കാലക്രമേണ അതിനെ ഒറിജിനലായി ചിന്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഓരോ മാതാപിതാക്കന്മാരും ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല. അമ്മമാരെ, നിങ്ങൾക്ക് പകരം വയ്ക്കാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഒരിക്കലും അവർക്ക് തൃപ്തി നൽകുകയില്ല. ജനിച്ച ഉടനെ തന്നെ പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ അച്ഛനമ്മമാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഓരോ അമ്മയും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. പോരാ, അച്ഛന്മാർ ഉൾപ്പെടെ ചില അച്ഛന്മാർ മക്കളെ തല്ലുന്നതിൽ ഭയങ്കര ആവേശം കൊള്ളാറുണ്ട്, എന്ത് ഭയങ്കര സംഭവമായിട്ട് കരുതാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്നേഹത്തോടു കൂടെയുള്ള തലോടൽ ഏത് കുട്ടികളെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീരും. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ എത്ര തന്നെ പ്രായം ചെന്നവരായിരുന്നാലും അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ വളർന്ന് വലുതായി ജോലി ചെയ്ത് നിങ്ങളുടെ ശമ്പളം ഒന്നും ഒരു മാതാപിതാക്കന്മാർ പ്രതീക്ഷിക്കുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ നൽകി ആരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കരുത്. ഈ കുരങ്ങിൻ്റെ സംഭവം നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. മനസ്സലിഞ്ഞ് മക്കളെ കരുതുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ട പ്രാഥമികമായ ആവശ്യങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ഏതൊരു അമ്മയ്ക്കും ഏതൊരു അച്ഛനും ഏതൊരു മാതാപിതാക്കന്മാർക്കും മറ്റുള്ളവർ ഡ്യൂപ്ലിക്കേറ്റുമായി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ കുടുംബത്തിന് ചുറ്റും നല്ലൊരു മതിൽ കെട്ടാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സമകാലികമായ വീഡിയോകളുമായി നാം വീണ്ടും കാണും വരെയും ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ.